ഗംഗയുടെ സാറാണ് അനുരൂപ് സാർ. സാർ നമസ്കാരം. നമസ്കാരം. ഇത്രയും ചെറിയൊരു സ്റ്റുഡൻ്റ് ആദ്യമായിട്ടാണോ സാറിന് കിട്ടുന്ന കയ്യിൽ? അങ്ങനെയല്ല, ഞാൻ എൻ്റെ മക്കളെയൊക്കെ ഈ പ്രായത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ശരി. പക്ഷെ ഇതൊരു പാഷനാണ്. ചില കുട്ടികൾക്കത് ബൈ ബർത്ത് ഉണ്ടായിരിക്കും, ചിലപ്പോൾ മേ ബി അവരുടെ ഒരു പരമ്പരയിൽ അങ്ങനെ ഒരു ഉണ്ടായിരുന്നായിരിക്കും. അത് ചിലപ്പം ഏതെങ്കിലും ഒരു ജനറേഷൻ അത് കറക്റ്റായിട്ട് കിട്ടും. അത് ഇദ്ദേഹത്തിന് കിട്ടി. കുട്ടിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറോ അദ്ദേഹം നമ്മളുടെ ആ സമയത്ത് ആ കാലത്തിലെ മുത്തച്ഛൻ്റെ പേരിന് നമ്മുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് മറ്റേ നാമസങ്കീർത്തനം. അപ്പം അങ്ങനെ ഒരു ഫാമിലിയിൽ അങ്ങനെ ഒരു ജനറേഷൻ ചേഞ്ചസ് കാണുകയാണ്. അതുകൊണ്ട് അതുകൂടെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് എപ്പോഴും. പിന്നെ ഒരു സ്റ്റേജിൽ സ്റ്റേജിൽ നല്ല വായിച്ച് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അന്ന് തന്നെ ആൾ പ്രിപ്പയർ ചെയ്തിട്ട് വാട്സപ്പിലൊക്കെ സാറ് ഇത് ശരിയാണോ ഇങ്ങനെയാണോ വായിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ഒരു ടേസ്റ്റിൽ വന്നുകൊണ്ട് ഇപ്പം പെട്ടെന്ന് ക്യാച്ച് ചെയ്യും എന്ത് പറഞ്ഞു കൊടുത്താലും. ഇപ്പം നമ്മുടെ കച്ചേരി ഇപ്പം പെർഫോമൻസ് സ്റ്റേജിലാണല്ലോ. ഇപ്പം നമ്മുടെ ഈ കുറച്ച് ഒരു പ്രൊഫഷണലായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ഈ മറ്റേ നടക്കണക്ക് മറ്റേ എങ്ങനെ കൊരുവ അതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പം സ്റ്റേജിൽ പെർഫോം ചെയ്യാറുണ്ട് ലൈവായിട്ട്. സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഇതൊക്കെ പഠിപ്പിക്കാനുണ്ട്? ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ എനിക്കിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന നമ്മൾ അങ്ങോട്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കാതിരുന്ന ഇങ്ങോട്ട് അവർ മര്യാദയ്ക്കിരുന്നുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ കുറച്ചു നേരം വായിച്ചിട്ടൊന്ന് മടി കാണിക്കും. അപ്പോൾ മടി കാണിക്കുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. കൈ വേദനിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൈ വേദനിക്കും. അത് ചെറുതാണെങ്കിലും പുള്ളി വലുതൊക്കെ കാണിക്കും. രക്തം പൊട്ടി ഒലിക്കുന്നൊക്കെ പറയും. അല്ല, അതൊരു കാലഘട്ടം. ഇപ്പൊ എപ്പോഴും ചെറുതാണ്, അത് കുറച്ചുകൂടെ ചെറുതായിരുന്നു. പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് വളർന്നു തോന്നുന്നു. ഇപ്പോഴും ചെറുതാണ് കേട്ടോ. ഇന്ന്